പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ കട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഫുൾ മഞ്ഞായിരുന്നു ഇന്നലെ കേട്ടോ. രാവിലെ നോക്കുമ്പോൾ മഞ്ഞെല്ലാം കുറേ ഉരുകിപ്പോയി. രാത്രി മുഴുവൻ മഴയായിരുന്നു. കുറച്ചു നേരം ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അരി ഉഴുന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അത് ഓവൻ്റെ അകത്താണ് വെക്കുന്നത് കേട്ടോ. ഓവൻ്റെ അകത്ത് വെച്ചാൽ പെട്ടെന്ന് പുളിച്ച് കിട്ടും. മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോഴോർത്തെ എനിക്ക് കുഞ്ഞിന് സാമ്പാർ ഉണ്ടാക്കണം. കുഞ്ഞിന് ഇഡ്ഡലി ഉണ്ടെങ്കിൽ അവൾക്ക് സാമ്പാർ വേണം. അപ്പോൾ പരിപ്പ് ഞാൻ ആദ്യം ഇട്ടു. അപ്പോഴേക്കും ചേട്ടൻ ഇഡ്ഡലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി. ജാനൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ കേട്ടോ. ഇഡ്ഡലി ഉണ്ടെങ്കിൽ അവൾ അപ്പം ചോദിക്കും, മമ്മ സാമ്പാറുണ്ടോ എന്ന്. അവൾക്ക് അതിൻ്റെ അകത്ത് മുരിങ്ങക്കോലൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. അങ്ങനെ ചേട്ടൻ എനിക്ക് ഇഡ്ഡലിയെല്ലാം ഒഴിച്ച് വെച്ചിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം നുറുക്കി വേഗം തന്നു. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിൻ്റെ അകത്ത്, അപ്പോഴത്തേന് പരിപ്പ് നല്ലോണം വെന്തായിരുന്നു കേട്ടോ. പരിപ്പ് കഷ്ണമെല്ലാം എടുത്ത് പിന്നെ കുക്കറിലിട്ടു വേഗം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറേ പണിയുണ്ടേ. രാവിലെ പാത്രങ്ങളെല്ലാം പെറുക്കി വെക്കണം. ഡിഷ് വാഷറിൻ്റെ അകത്ത് വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം വൃത്തിയായിട്ടുണ്ട്. അതെല്ലാം പെറുക്കി വെച്ചു. അപ്പോൾ പരിപ്പിൻ്റെ വിസിൽ പോകുമ്പോഴത്തേന് ഇതെല്ലാം എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തട്ട് ഇഡ്ഡലി ആദ്യമേ ചേട്ടൻ റെഡിയാക്കി. അപ്പോഴേക്കും ഞാൻ പരിപ്പിൻ്റെ അകത്ത് കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട് വെച്ചു. ഞാൻ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി ബ്രാഹ്മിൺസിൻ്റെ കേട്ടോ, നല്ല പൊടിയാണേ. അപ്പം പൊടിയെല്ലാം ഇട്ട് ഞാൻ സാമ്പാർ റെഡിയാക്കി വെച്ചു. ഞാൻ അതിൽ നിന്ന് ഒരു ശകലം പരിപ്പെടുത്ത് ഞാൻ കുഞ്ഞിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കത്തേന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി. അന്നേരമാണ് ഓർത്തത്, അയ്യോ കുഞ്ഞിന് പാല് വെച്ചില്ലല്ലോ എന്ന്. പെട്ടെന്ന് പാല് ഞാൻ 2 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചു. മൈക്രോവേവിലാണ് വെക്കുന്നത് കേട്ടോ. കുഞ്ഞിന് പാല് 2 മിനിറ്റ് വെച്ചാൽ തിളച്ച് കിട്ടും. അന്നേരമാണ് മോന് ചായ വെച്ചില്ലെന്ന് ഓർത്തു. വേഗം ചായ റെഡിയാക്കി. പിന്നെ അത് ചേട്ടൻ ആറ്റി ഗ്ലാസിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചു. അപ്പോൾ ഇഡ്ഡലിക്ക് ഞങ്ങൾക്ക് എന്തായാലും ഒരു മുളക് പൊട്ടിച്ചത് അത്യാവശ്യം കേട്ടോ. പെട്ടെന്ന് മുളക് പൊട്ടിച്ചു. പിന്നെ കുക്കറിനകത്ത് 3-4 വിസിൽ കേൾപ്പിച്ചായിരുന്നേ. ആ വിസിലിൻ്റെ ഒച്ച കേട്ട് കുഞ്ഞെൻ്റെ മേത്ത് പറ്റി പിടിച്ച് കിടക്കുക. അങ്ങനെ സാമ്പാറൊക്കെ വെന്തു, കടുക് വറുത്തു. ടേസ്റ്റ് നോക്കുവാണ് എൻ്റെ കുഞ്ഞാണ് ടേസ്റ്റ് നോക്കുന്ന ആളെ. സൂപ്പറാന്ന് പറയുക. ഇഡ്ഡലിക്ക് കറികൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ ചമ്മന്തി ഉണ്ട്, മുളക് പൊട്ടിച്ചതുണ്ട്, വഴുതനങ്ങ വെച്ച് മുളക് ചതച്ചതുണ്ട്. അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കാപ്പി കുടിക്കുക. അപ്പം ഞങ്ങളുടെ വെള്ളം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവാപ്പട്ടയും ഇട്ട വെള്ളമാണേ ഞങ്ങൾ കുടിക്കുന്നത് രാവിലെ. അപ്പോൾ ചേട്ടന് കൊടുത്താൽ ചേട്ടനാദ്യം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പാത്രത്തിലെ ഇഡ്ഡലി കേട്ടോ ഇത്. ഉപ്പേരിയും എല്ലാം ഉണ്ട്. അപ്പം നല്ലൊരു ഫുഡായിരുന്നു ഇന്നത്തെ. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.